ഇന്നത്തെ സെഷനിൽ നമ്മൾ ഓപ്ഷൻ സ്ട്രാറ്റജികളാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ സെഷനിൽ നമ്മൾ ഓപ്ഷൻ ഗ്രീക്സിൽ ഓപ്ഷൻ്റെ ഡെൽറ്റ, ഗാമ, വേഗ, തീറ്റ, റോ ഇതെല്ലാം കണ്ടു. ഇതിൽ ചിലതിൻ്റെയൊക്കെ കാൽക്കുലേഷനൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമുക്ക് ഇതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ OA ചാർട്ട് ഇതെല്ലാം നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. ഇത് നിഫ്റ്റിയുടെ എക്സ്പയറി ജൂലൈ 24 ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. അടുത്ത എക്സ്പയറി 31 ആണ്. നമ്മളിപ്പോൾ ഈ ആഴ്ചത്തെ എക്സ്പയറിയാണ് 24 ആണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. ഇന്നിപ്പോൾ ഡേറ്റ് 18 ജൂലൈ ആണ്. 1 മണി 1:30 മണിയോളം ആയിട്ടുണ്ട് സമയം. നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാം. റിഫ്രഷ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമുക്കിവിടെ ബുൾ പുട്ട് സ്പ്രെഡ് നമുക്ക് നോക്കാം. ഇത് ഈ ഓപ്ഷൻ സ്ട്രാറ്റജിയിൽ ബുൾ പുട്ട് സ്പ്രെഡ്, പുട്ട് ഒരു സാധാരണയായിട്ടൊരു ബെയറിഷ് തിങ്സ് ആണ് കാണിക്കുന്നതെങ്കിലും ഇതൊരു ബുള്ളിഷ് ആയിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് വേണമെങ്കിൽ പറയാം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന 2 പുട്ട് ഓപ്ഷൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ലെഗ് 1ൽ ഒരെണ്ണമുണ്ട്, ലെഗ് 2. ഇതിൽ രണ്ടിലും 2 ഓപ്ഷൻസ് നമ്മൾ ഉപയോഗിക്കും. ഈ ലെഗ് 1ൽ നമ്മളൊരു പുട്ട് ഓപ്ഷനെ നമ്മൾ സെല് ചെയ്യും, ലെഗ് 2ൽ നമ്മളൊരു പുട്ട് ഓപ്ഷനെ ബൈ ചെയ്യും. അങ്ങനെയാണ് ഈ സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഈ എക്സൽ ഷീറ്റിൽ നമുക്ക് എന്തുമാത്രം മാക്സിമം പ്രോഫിറ്റ് നമുക്ക് എന്ത് കിട്ടും, മാക്സിമം ലോസ് എന്ത് വരാം, നമ്മുടെ ബ്രേക്ക് ഈവൻ എന്താണ്, ഇതെല്ലാം നമുക്ക് ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഈ എക്സൽ ഷീറ്റിൽ. അപ്പോൾ നമ്മൾ ഈ ഷീറ്റിലോട്ട് വരുന്നതിന് മുമ്പ് തന്നെ നമുക്കിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും ഈ ഷീറ്റിലോട്ട് വരാം. ബുൾ പുട്ട് സ്പ്രെഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് ശരിക്കും ഒരു ഡയറക്ഷണൽ സ്ട്രാറ്റജിയാണ്. മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോഴാണ് നമുക്കിത് പ്രോഫിറ്റ് തരുന്നത്. ഒരു ബുള്ളിഷ് സ്ട്രാറ്റജി എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ പറയാം. ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഇൻഡെക്സ് താഴേക്ക് വന്നൊരു സപ്പോർട്ട് ലെവലിലെത്തി എന്ന് നമുക്ക് തോന്നിക്കഴിയുക. അത് ഫർദർ ഇനിയും താഴേക്ക് പോകത്തില്ല, അവിടെ നിന്ന് മുകളിലേക്ക് തന്നെ ക്ലൈംബ് ചെയ്യാൻ തുടങ്ങുന്നു എന്ന ആ കണ്ടീഷൻ വരുമ്പോഴാണ് നമ്മൾ ഈ സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് മോഡറേറ്റ് റൈസ് ഇൻ ദ അണ്ടർലൈയിങ് അസറ്റ്സ്, അതിലെ മുകളിലോട്ടുള്ള ചെറിയ വേരിയേഷൻ ആയാലും മതി. അതല്ല, സൈഡ് വേസ് ആണ് മൂവ് ചെയ്യുന്നത്. മാർക്കറ്റ് സൈഡ് വേസ് സ്റ്റേബിൾ പോലെ നിൽക്കുകയാണ്, പക്ഷേ സൈഡ് വേസ് മൂവ്മെൻ്റ് ഉണ്ട്. താഴോട്ട് പോകുന്നില്ല, മുകളിലോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ മാറുന്ന ആ കണ്ടീഷൻ മാർക്കറ്റ് വരുമ്പോൾ നമുക്കിത് ഈ സ്ട്രാറ്റജി നമ്മൾ അപ്ലൈ ചെയ്യാമെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 2 പുട്ട് ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഒരു ഹയർ സ്ട്രൈക്ക് പ്രൈസ്, കൂടിയ സ്ട്രൈക്ക് പ്രൈസ് ഉള്ള ഒരു പുട്ട് ഓപ്ഷനെ നമ്മൾ സെല്ല് ചെയ്യുന്നു. അതിൻ്റെക്കാട്ടിൽ കുറഞ്ഞ സ്ട്രൈക്ക് പ്രൈസ് ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്യുന്നു. അതിൽ 2 ലെഗാണ് ഇതിനകത്ത് ഉള്ളത്. ഒന്ന് സെല്ലിംഗ് ലെഗ് ഹയർ സ്ട്രൈക്ക് പ്രൈസും, പിന്നെ ഒരു ബൈയിങ് ലെഗിൽ ഒരു ലോവർ സ്ട്രൈക്ക് പ്രൈസിൻ്റെ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുകയും ചെയ്യും. ഇങ്ങനെയാണ് ഈ സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെങ്ങനെയാണ് സ്ട്രൈക്ക് പ്രൈസസ് എടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ നമുക്ക് ഔട്ട് ഓഫ് ദ മണി വേണമെങ്കിലും എടുക്കാം, ഇൻ ദ മണി വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇത് ആസ് പെർ ദ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പം ലെഗ് 1ൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹയർ സ്ട്രൈക്ക് പ്രൈസിനെ നമ്മൾ സെല് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഷോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലാണ്. സെലക്ട് എ സ്ട്രൈക്ക് പ്രൈസ് നിയർ ഓർ സ്ലൈറ്റ്ലി ബിലോ ദ കറണ്ട് നിഫ്റ്റി ലെവൽ. അപ്പോൾ ഇത് ഔട്ട് ഓഫ് ദ മണി ഇതാണ് പറയുന്നത്, സ്ലൈറ്റ്ലി ബിലോ ദ കറണ്ട് നിഫ്റ്റി ലെവൽ എന്ന് പറയുന്നത്. അത് ഇൻ ദ മണിയിൽ നമുക്ക് ചെയ്യാം, അത് ആസ് പെർ ദ സിറ്റുവേഷൻ. ലെഗ് 1 ഇതാണ് ചെയ്യുന്നത്. ലെഗ് 2ൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാം. ലെഗ് 2 ഇത് നമ്മൾ ഈ സെല്ല് ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെല്ല് ചെയ്തത് ഒരു പ്രീമിയം നമുക്ക് കിട്ടും. ഈ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ഷോർട്ട് ചെയ്തപ്പോൾ നമുക്ക് ഒരു പ്രീമിയം നമുക്ക് ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ ലെഗ് 2ൽ നമുക്ക് നോക്കുമ്പോൾ ഒരു സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ സെല്ല് ചെയ്തതിനെക്കാട്ടി കുറഞ്ഞ ഒരു സ്ട്രൈക്ക് പ്രൈസ് നമ്മൾ ബൈ ചെയ്യുകയാണ്. അന്നേരം നമുക്കൊരു പ്രീമിയം അങ്ങോട്ട് പേ ചെയ്യണം. നമ്മൾ ബൈ ചെയ്യുമല്ലേ, അപ്പോൾ ഒരു പ്രീമിയം നമ്മൾ അങ്ങോട്ട് പേ ചെയ്യുന്നുണ്ട്. എന്തിനാണ് നമ്മളിങ്ങനെ ഒരു രണ്ടാമതൊരു പൊസിഷൻ ബൈ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇത് ആദ്യം നമ്മൾ ഷോർട്ട് ചെയ്തേക്കുന്ന പൊസിഷൻ നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയി കഴിയുകയാണെങ്കിൽ നമുക്കൊരു കവർ പോലെ, ഒരു സപ്പോർട്ട് പോലെ കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു പൊസിഷൻ നമ്മൾ ബൈ ചെയ്ത് വെച്ചേക്കുന്നത്. മാക്സിമം ലോസിലോട്ട് നമ്മളെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി, ഹ്യൂജ് ലോസ് നമുക്കുണ്ടായിരിക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് നമ്മൾ ഈ പൊസിഷൻ ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഈ സ്ട്രാറ്റജി. പിന്നെ ഇതിനകത്ത് നമുക്കൊരു നെറ്റ് ക്രെഡിറ്റ് ആണ്. ഇത് ഒരു ക്രെഡിറ്റ് സ്പ്രെഡ് എന്നാണ് നമുക്ക് പറയുന്നത്. എന്താ കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് പ്രീമിയം കൂടുതലായിരിക്കും, ബൈ ചെയ്യുമ്പോൾ നമുക്ക് കൊടുക്കേണ്ട പ്രീമിയം കുറവാണ്. ചെറിയ സ്ട്രൈക്ക് പ്രൈസിനല്ലേ നമ്മൾ വിൽക്കുന്നത്.
അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യുകയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ക്രെഡിറ്റ് സ്പ്രെഡായിട്ട് നമുക്ക് പറയാം. നെറ്റ് ക്രെഡിറ്റ് അല്ലെങ്കിൽ അതാണ് നമുക്ക് ഈ കിട്ടുന്ന നെറ്റ് ക്രെഡിറ്റ് ആണ് നമുക്ക് മാക്സിമം പ്രോഫിറ്റായിട്ട് വരാൻ പോകുന്നത്. ഇതിലൊരു എക്സാമ്പിളോടുകൂടി നമുക്ക് നോക്കാം. ഇപ്പം നിഫ്റ്റി ഇപ്പോൾ ഒരു 25,500 ട്രേഡ് ചെയ്യുന്നെന്ന് വിചാരിക്കുക. നമ്മൾ ആ സ്പോട്ടിനേക്കാൾ അല്പം താഴെയുള്ള 25,400 ഒരു പുട്ട് ഓപ്ഷൻ 360 രൂപയ്ക്ക് നമ്മൾ സെല്ല് ചെയ്തു. ഇത് ഔട്ട് ഓഫ് ദ മണി ആയിട്ട് കണക്ക് കൂട്ടാം. സ്പോട്ടിലും താഴെയല്ലേ. പിന്നെ ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു. ഇപ്പം നമ്മൾ ചെയ്ത 25,400 താഴെയുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസിലുള്ള ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു. 25,200 ഒരു പുട്ട് ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു. അതിന് 195 റുപ്പീസ് പ്രീമിയം ആയെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡീലിൽ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് എന്ത് കിട്ടിയെന്ന് നോക്കാം. നമ്മൾ സെല്ല് ചെയ്തപ്പോൾ നമുക്ക് 360 റുപ്പീസ് കിട്ടി. നമ്മൾ വാങ്ങിയപ്പോൾ 195 റുപ്പീസ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ 360 മൈനസ് 195 165 പേർ ലോട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നിഫ്റ്റിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയുടെ ലോട്ട് 75 ആണ്. അപ്പോൾ ഈ 165 75 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എമൗണ്ട് കിട്ടിയത് നമുക്ക് കാണാൻ പറ്റും. 12,375 റുപ്പീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയപ്പോൾ. ഇനി ഇതിൻ്റെ പേ ഓഫ് സിനറിയോസ് നോക്കാം. പേ ഓഫ് സിനറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ 3 കണ്ടീഷൻസ് വരാം. ഒന്നിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് കിട്ടാം, അല്ലെങ്കിൽ മാക്സിമം ലോസ് വരാം, അതല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഒരു ബ്രേക്ക് ഈവൻ പൊസിഷനിൽ എവിടെയെങ്കിലും ഇറങ്ങേണ്ടി വരും. അപ്പോൾ ആ ഒരു കണ്ടീഷൻ കൂടെ നമുക്കൊന്ന് നോക്കാം. അത് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആദ്യം മാക്സിമം പ്രോഫിറ്റ് വരാവുന്ന കണ്ടീഷൻ നോക്കാം. നിഫ്റ്റി ക്ലോസസ് എബൌട്ട് 25,400 25,400 നമ്മൾ ഒരു പുട്ട് സെല്ല് ചെയ്തേക്കുന്നത്. അതിന് മേളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 25,400 മേളിലാണ് എക്സ്പയറി ഡേയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഫുൾ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കും. മാക്സിമം ലോസ് വരാവുന്ന കണ്ടീഷൻ എപ്പോഴും നോക്കാം. നമ്മൾ താഴെ ബൈ ചെയ്തേക്കുന്നത് സ്ട്രൈക്ക് പ്രൈസ് 25,200 ആണ്. 25,400 നമ്മൾ സെല്ല് ചെയ്തിട്ട് 25,200 ബൈ ചെയ്തേക്കുന്നത്. 25,200 താഴെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് മാക്സിമം ലോസ് വരും. അപ്പോൾ ഈ ലോസ് നമുക്ക് ഒന്ന് കണക്ക് കൂട്ടാം. എന്തുമാത്രം ലോസ് നമുക്ക് വരും എന്നുള്ളത് നമുക്ക് കണക്ക് കൂട്ടാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ 25,400 മാക്സിമം പ്രോഫിറ്റ് കിട്ടേണ്ട ആ സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് നമുക്കിപ്പം സെല്ല് ചെയ്തേക്കുന്ന ഈ സ്ട്രൈക്ക് പ്രൈസ് ബൈ ചെയ്തേക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് സെല്ല് ചെയ്തേക്കുന്ന സ്ട്രൈക്ക് പ്രൈസ് ഹയർ അല്ലേ, അതിൽ നിന്നും ഈ ലോവർ സ്ട്രൈക്ക് പ്രൈസ് കുറയ്ക്കുമ്പോൾ നമുക്ക് സ്ട്രൈക്ക് പ്രൈസുകളുടെ ഡിഫറൻസ് കിട്ടും. 200 കിട്ടും. ഈ 200 നിന്നും നമുക്ക് നെറ്റ് ക്രെഡിറ്റ് കിട്ടിയത് 165 റുപ്പീസാണ്. അതിനെ മൈനസ് ചെയ്യും. അപ്പോൾ നമുക്ക് 35 പേർ ലോട്ട് കിട്ടും. ഈ 35 പേർ ലോട്ടാണ് നമുക്ക് ലോസ് ആവാൻ പോകുന്നത്. അത് നമുക്ക് നിഫ്റ്റിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇൻറ്റു 75 35 ഇൻറ്റു 75. അപ്പോൾ മാക്സിമം നമുക്ക് ഈ സ്ട്രാറ്റജി ലോസ് വരാവുന്നത് 2,625 റുപ്പീസ് നമുക്ക് ലോസ് വരും. അപ്പോൾ ഈ 2 കണ്ടീഷൻ നമ്മൾ കണ്ടു. അടുത്ത് നമുക്ക് ബ്രേക്ക് ഇവൻ എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതും അത്യാവശ്യമാണ് അറിഞ്ഞിരിക്കേണ്ടത്. ബ്രേക്ക് ഇവൻ പോയിന്റ് കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ ആദ്യത്തെ ഹയർ സ്ട്രൈക്ക് പ്രൈസ് എന്ന് പറയുന്നത് 25,400 ആണ്. അതിൽ നിന്ന് നമുക്ക് നെറ്റ് ക്രെഡിറ്റ് കിട്ടിയത് 165 ആണ്. അപ്പോൾ ഹയർ സ്ട്രൈക്ക് പ്രൈസിൽ നിന്ന് നമുക്ക് നെറ്റ് ക്രെഡിറ്റ് കിട്ടിയ 165 റുപ്പീസ് മൈനസ് ചെയ്യുമ്പോൾ 25,235 എന്ന് പറയും. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഇവൻ പോയിന്റ്. ഇവിടെ നമുക്ക് ലോസും ഇല്ല പ്രോഫിറ്റും ഇല്ല. ബട്ട് ബ്രോക്കറേജ് അങ്ങനെയുള്ള ചിലവുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിത് പേ ഓഫ് ചാർട്ട് നോക്കാം. പേ ഓഫ് നമ്മൾ കണ്ടു. അത് പേ ഓഫ് ചാർട്ടുണ്ട്. എക്സൽ ഷീറ്റ് നമ്മളൊരു പേ ഓഫ് ചാർട്ട് നമ്മൾ കണ്ടിരുന്നു. ബുൾപുട്ട് സ്പ്രെഡ് ഈ എക്സൽ വർക്ക് ഷീറ്റിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഈ എക്സൽ വർക്ക് ഇതിൽ ഒരു ലെഗ് 1 നമുക്ക് കാണാം. ഇവിടെ ഒരു ലെഗ് 2 ഉണ്ട്. ഈ ലെഗ് 1 നമ്മൾ ഹയർ സ്ട്രൈക്ക് പ്രൈസ് ഷോർട്ട് ചെയ്തിട്ടുണ്ട്, സെല്ല് ചെയ്തിട്ടുണ്ട്. സ്ട്രൈക്ക് പ്രൈസ് 25,100 നമ്മൾ സെല്ല് ചെയ്തേക്കുന്നത്. പ്രീമിയം റിസീവ്ഡ് 175.20. അതുപോലെ തന്നെ ലെഗ് 2 നോക്കാമെങ്കിൽ നമ്മളൊരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസ് 24,900 ആണ്. പ്രീമിയം പെയ്ഡ് 81 റുപ്പീസാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഈ എക്സൽ ഷീറ്റിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും പൊട്ടൻഷ്യൽ മാക്സിമം പ്രോഫിറ്റ് 7,065 രൂപ നമുക്ക് പ്രോഫിറ്റ് കിട്ടും. മാക്സിമം ലോസ് നമുക്ക് വരാവുന്നത് 7,935 രൂപ നമുക്ക് ലോസും വരാം. അപ്പം മാക്സിമം പ്രോഫിറ്റ് കിട്ടാനുള്ള കണ്ടീഷൻ ഫോർ മീറ്റിംഗ് ദ മാക്സിമം പ്രോഫിറ്റ് നമ്മൾ പറയുന്നുണ്ട്. ഇത് സ്റ്റോക്ക് ഓർ ഇൻഡെക്സ് പ്രൈസ് അറ്റ് എക്സ്പയറി ഈസ് ഗ്രേറ്റർ ദാൻ 25,100. 25,100 മേളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പ്രോഫിറ്റ് ഇവിടെ കിട്ടും.
മാക്സിമം ലോസിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. നമ്മൾ ഷോർട്ട് ചെയ്തേക്കുന്ന 24,000 ബൈ ചെയ്തേക്കുന്ന 24,900 സ്ട്രൈക്ക് പ്രൈസാണ് പുട്ടിൻ്റെ. അപ്പം അതിന് താഴേക്ക് പോവുകയാണെങ്കിൽ എക്സ്പയറിയിൽ 24,900 താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് മാക്സിമം ലോസ് വരും. ബ്രേക്ക് ഇവൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് 25,600. അത് നമ്മൾ കഴിഞ്ഞ ഷീറ്റിൽ നമ്മൾ കണ്ടല്ലോ, അത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളെങ്ങനെ കണ്ടു, അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 25,600 ഇത് ബ്രേക്ക് ഇവൻ പോയിൻ്റാണ്. അവിടെ നമുക്ക് നോ ലോസ് നോ ഗെയിൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിൽ ഈ വർക്ക്ഷീറ്റിൽ തന്നെ നമുക്ക് ഇപ്പോൾ മാർക്കറ്റ് ഇന്നിപ്പം 24,968, അതായത് 24,925,000 നമ്മൾ വിചാരിക്കുക, അത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ 25,000 എന്നുള്ളത് ഇവിടെ നമുക്കിവിടുന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഈ ഒരു ഇപ്പം നമുക്ക് ഇതിനെ ഒന്ന് വേരി ചെയ്ത് നോക്കാം. 25,200 എന്നിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഓവറോൾ പ്രോഫിറ്റ് കിട്ടുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ നമുക്ക് 25,100 24,900 ഒന്നിട്ട് നോക്കാം. അവിടെ നമുക്ക് ലോസ് ഇവിടെ ഫുൾ ലോസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീനുള്ള ഒരു സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് ഇട്ട് നോക്കാം. അപ്പം 25,000 ഇട്ട് നോക്കാം. $25,050 അതിട്ടപ്പോൾ നമുക്ക് 3,350 നമുക്ക് പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിന്ന് ക്ലിയർ ആയല്ലോ. നമ്മുടെ ഈ പേ ഓഫ് ടെക്നിക്സ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ ഡാറ്റ നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഫ്രൈഡേ ഈ 18 ജൂലൈയിലെ ഡാറ്റയാണ് നമ്മളിപ്പം ഇട്ടിട്ടാണ് നോക്കിയത്. എക്സ്പയറി നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് 24 ജൂലൈയാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൽ ചെയ്യുമ്പോഴുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. ഓൾ സ്ട്രൈക്സ് ബിലോങ് ടു ദ സെയിം അണ്ടർലൈൻ. നിഫ്റ്റി ആണെങ്കിൽ നിഫ്റ്റിയുടെ പുട്ടാണെങ്കിൽ പുട്ട് ഓപ്ഷൻ ഇതിൻ്റെ അണ്ടർലൈൻ അത് തന്നെ ആയിരിക്കണം, സെയിം ആയിരിക്കണം. ബിലോങ് ടു ദ സെയിം എക്സ്പയറി സീരീസ്. അപ്പം നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് ജൂലൈ 24 അതുപോലെ തന്നെ സെയിം എക്സ്പയറി ആയിരിക്കണം. ഈച്ച് ലെഗ് ഇൻവോൾവ് ദ സെയിം നമ്പർ ഓഫ് ഓപ്ഷൻസ്. അപ്പം ഇവിടെ നമ്മൾ ഒരു ലോട്ടാണ് ഷോർട്ട് ചെയ്തേക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഒരു ലോട്ടാണ് നമ്മൾ ബൈ ചെയ്യേണ്ടത്. ഇവിടെ 2 ലോട്ടാണെങ്കിൽ ഇവിടെ 2 ലോട്ട് ബൈ ചെയ്യണം. അതാണ് ഇതിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം നമുക്ക് ഈ സ്ട്രൈക്ക് പ്രൈസ് ഇത് മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ സ്ട്രൈക്ക് പ്രൈസ് നമുക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈ 25,100 വരെ നമ്മൾ 25,000 നമ്മൾ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനെക്കാട്ടിൽ കുറഞ്ഞൊരു സ്ട്രൈക്ക് പ്രൈസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, 24,900 ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രീമിയത്തിൽ വ്യത്യാസം വന്നു. ഇവിടെ ലെഗ് വണ്ണിൽ പ്രീമിയം 121.85 ആയിട്ട് മാറി. താഴത്തെ പ്രീമിയം റിമെയിൻ സെയിം ആണ്. ഇപ്പം നമുക്ക് നോക്കാം. മാക്സിമം പ്രോഫിറ്റിൻ്റെ എമൗണ്ട് മാറി. ഈ കേസിൽ 3,063 നമുക്ക് കിട്ടിയുള്ളത് 4,436 റുപ്പീസിനാണ് നമുക്ക് ലോസ് വരുന്നുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നുകൂടെ താഴോട്ടാക്കാമെന്നുണ്ടെങ്കിൽ 200 ഡിഫറൻസ് വരത്തക്ക രീതിയിലാക്കാവുന്നുണ്ടെങ്കിൽ ഇപ്പം 24,800 നമുക്കാക്കാം. 24,800 അപ്പോൾ നമുക്ക് കാണാം ഇവിടെ എമൗണ്ട് കൂടി. അപ്പോൾ ഇവിടെ മാക്സിമം ലോസും കുറച്ച് വേരി ചെയ്യുന്നുണ്ട്. ഇങ്ങനെ നോക്കിയിട്ട് എഴുതണം. നമ്മൾ സെലക്ട് ചെയ്യുന്നത് 25,100 ആൻഡ് 24,900. ഇവിടെ ഇതാണ് ഇതിൻ്റെ ലോസും. ഇങ്ങനെയാണ് ഈ എക്സൽ വർക്ക്ഷീറ്റ് വർക്ക് ചെയ്യുന്നത്. ഈ ലെഗ് 1 ആൻഡ് ലെഗ് 2 രണ്ടും എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് മാർജിൻ വേണം എന്നുള്ളത് കൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഹയർ സ്ട്രൈക്ക് പ്രൈസ് 25,100 സെല് ചെയ്യാൻ പോവുകയാണ്. പിന്നെ ലോവർ സ്ട്രൈക്ക് പ്രൈസ് 24,900 നമ്മൾ പേ ചെയ്യാൻ പോവുകയാണ്. ഇതിന് എന്ത് മാർജിൻ നമുക്ക് വേണ്ടി വരും എന്നുള്ളത് കൂടെ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനൊരു ട്രേഡിംഗ് സൈറ്റുകളിൽ പോകാം. മാർജിൻ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട് മിക്കവാറും എല്ലാ സൈറ്റിലും. നമുക്ക് ഈ സൈറ്റിൽ പോകാം. അപ്പോൾ നമ്മൾ സിമ്പിൾ സെലക്ട് ചെയ്തേക്കുന്നത് 24 ജൂലൈ നിഫ്റ്റിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾ ബൈ ചെയ്തതിന് ശേഷം സെല് ചെയ്യണം, അല്ലെങ്കിൽ മാർജിൻ റിക്വയർമെൻറ്റ് ഒരുപാട് വരും. സെല് ചെയ്യാനാണ് മാർജിൻ കൂടുതൽ. അതുകൊണ്ട് ആദ്യം നമ്മൾ ബൈ ചെയ്തതിന് ശേഷം സെല് ചെയ്യണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കോളല്ല നമുക്ക് വേണ്ടത് പുട്ടാണ്. പുട്ട് നമ്മൾ ബൈ ചെയ്യാൻ പോവാണ്. 25,000
4900 സ്ട്രൈക്ക് പ്രൈസിലുള്ള പുട്ടിനെ നമ്മൾ ബൈ ചെയ്യുകയാണ് ഒരു ലോട്ട്. അത് ആഡ് ചെയ്തു. പിന്നെ സെയിം നമ്മൾ സെല്ല് ചെയ്യേണ്ടത് 25,100 സെല്ല് ചെയ്യേണ്ടത്. സെല്ല് ചെയ്യാൻ സെലക്ട് ചെയ്തു. ക്വാണ്ടിറ്റി 75 ആണ്. സെല്ലിട്ടു. ആ പൊസിഷനോട് ആഡ് ചെയ്തു. ഇപ്പം നമുക്ക് കാണാം എക്സ്പോസർ മാർജിൻ എന്ന് പറയുന്ന ഇതാണ്. അതായത് നമുക്ക് ഈ സ്ട്രാറ്റജി ചെയ്യാൻ വേണ്ടി നമ്മുടെ അക്കൗണ്ടിൽ മിനിമം ഈ എമൗണ്ട് വേണം. നമുക്ക് പ്രീമിയം റിസീവബിൾ ഇതാണ്. ഈ സ്ട്രാറ്റജി നമ്മൾ ചെയ്യുമ്പോൾ ഇത് നെറ്റ് ക്രെഡിറ്റ് ആണ്. നേരത്തെ നമ്മൾ കാണിച്ചല്ലോ മാർജിൻ നമുക്ക് കിട്ടുന്നത്. ഇതാണ് മാർജിൻ നമുക്കിപ്പം കിട്ടുന്നത്. ഈ സ്ട്രാറ്റജി പൊസിഷൻസ് എടുക്കാൻ വേണ്ടി മിനിമം വേണ്ട എമൗണ്ട് ഏകദേശം ഇതാണ്. അത് മാറിക്കൊണ്ടേയിരിക്കും. മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ പെർസെൻറ്റ് ഡാറ്റ വെച്ചിട്ട് നോക്കിയതാണ് ഈ കാണിക്കുന്നത്. അതല്ല, നമുക്ക് ഈ ബൈ പൊസിഷൻ ഇല്ലാതെ നമുക്ക് സെല്ല് ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂജ് മാർജിൻ റിക്വയർമെൻറ്റ് വരും. അതും വേണമെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ നിന്ന് ഈ നമ്മുടെ ബൈ പൊസിഷൻ നമ്മളൊന്ന് ഡെലിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കാണാം ഇത് ഷോർട്ട് ചെയ്യണമെങ്കിൽ ഇത്രയും മാർജിൻ നമുക്ക് അക്കൗണ്ടിൽ വേണം.